നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. സംസ്ഥാന സർക്കാരിനും CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാസപ്പടി കേസിൽ SFIO രേഖകൾ ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ ഹർജി അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തോടൊപ്പമുള്ള അനുബന്ധ രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ അനുകൂല ഉത്തരവ്. CMRL കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയവരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഹർജി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. 2019 CMRL MD ശശിധരൻ കർത്തയിൽ നിന്നും പിടികൂടിയ മാസപ്പടി ഡയറിയുടെ പകർപ്പാണ് ഹർജിക്കാരന് കൈമാറേണ്ടത്. എന്നാൽ വിധി അനുകൂലമാണെങ്കിലും പകർപ്പുടൻ കൈമാറാനാകില്ല. CMRL നൽകിയ ഹർജിയിൽ വിധി പറയാൻ അനുവദിച്ച ഹൈക്കോടതി പകർപ്പ് കൈമാറുന്നത് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. CFO സുരേഷ് കുമാർ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി നടപടി. CPM-നുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല. ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമെന്ന് കോടതി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം. തുടരന്വേഷണത്തിന് ഉത്തരവ്. കുടുംബം ആവശ്യപ്പെട്ടതിൽ 4 കാര്യങ്ങളിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിട്ടത്. പോലീസ് അന്വേഷണത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. കേസിൽ ആരോപണ വിധേയയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഔദ്യോഗിക ഫോണിലെ വിവരങ്ങൾ കൂടി ശേഖരിക്കാനാണ് കോടതി ഉത്തരവ്. സ്വകാര്യ ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് പോലീസ് ശേഖരിച്ചത്. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ സ്വർണം പണയം വെച്ചാണ് 1 ലക്ഷം രൂപ നൽകിയതെന്ന് പറയുന്നു. ഇതിന്റെ രേഖകൾ ഹാജരാക്കണം. പള്ളിക്കുന്നിൽ പ്രശാന്തനും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നതിന്റെ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. കൈക്കൂലി കേസിൽ വിജിലൻസിൽ പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. വിജിലൻസ് ഉദ്യോഗസ്ഥർ കേസിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് കുടുംബം സമീപിച്ചത്. തുടർന്ന് കേസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 തവണ വാദം കേട്ട ശേഷമാണ് വിധി. അന്വേഷണം മെയ് 30-നുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. തുടരന്വേഷണം ഉണ്ടെങ്കിൽ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് PP ദിവ്യയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. 2024 ഒക്ടോബർ 15-ന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു ആത്മഹത്യയെന്നാണ് ആക്ഷേപമുയർന്നത്. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കളക്ടറേറ്റിൽ നൽകിയ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയാണ് PP ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത്. ഉരുക്കുകോട്ടകളിൽ പൊട്ടിത്തെറികൾ. പ്രതിസന്ധിയിൽ CPM. വിമർശിക്കപ്പെടുന്ന പാർട്ടി സെക്രട്ടറി. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ പൊട്ടിത്തെറികൾ CPM-ന് വെല്ലുവിളിയാകുന്നു. മുതിർന്ന പല നേതാക്കളും പാർട്ടി വിടുകയും എതിർപ്പാളയത്തിൽ ചേക്കേറി സ്ഥാനാർത്ഥിത്വം സമ്പാദിക്കുകയും ചെയ്തു. മറ്റു ചിലരാകട്ടെ സ്വതന്ത്ര പരിവേഷവുമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീങ്ങുന്നു. വിമത ശബ്ദം പതിവില്ലാത്തവണ്ണം കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന് പോലും ഉയർന്നു. പാർട്ടി സെക്രട്ടറിയുടെ സ്വജനപക്ഷപാതവും പിണറായിയുടെ മൗനവും ചോദ്യം ചെയ്യപ്പെടുന്നു. സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത വൻ പ്രതിസന്ധിയാണ് CPM-ന് നേർക്ക് മുന്നിൽ ഉയർന്നത്. കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റിയാണ് എതിർപ്പാളയത്തിലേക്ക് ഈ അടുത്ത കാലത്ത് പോയ ആദ്യത്തെ നേതാവ്. കോൺഗ്രസിലെത്തിയ അവർ സിറ്റിംഗ് MLA-യും ധനമന്ത്രിയുമായ KN ബാലഗോപാലിനെതിരെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പാലക്കാട് PK ശശിയിൽ നിന്നും ഉയർന്നത്. UDF-ന് കൈകൊടുക്കാൻ ആഞ്ഞു നിൽക്കുകയാണോ ഷൊർണൂർ മുൻ MLA കൂടിയായ അദ്ദേഹം. CPM-ന് എക്കാലവും വിഭാഗീയതയുടെ വലിയ തലവേദന സൃഷ്ടിച്ച ആലപ്പുഴയിൽ ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് തലമുതിർന്ന നേതാവായ G സുധാകരനാണ്. പാർട്ടി അംഗത്വം പുതുക്കാനില്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിട്ടിറങ്ങിയ സുധാകരൻ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പിന്തുണയും നൽകാനൊരുങ്ങുന്നു. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ 2ഇടത്താണ് അടുത്തടുത്ത് രാഷ്ട്രീയ സ്ഫോടനങ്ങൾ നടന്നത്. ആദ്യത്തേത് പയ്യന്നൂരിൽ, ഇപ്പോഴത്തെ തളിപ്പറമ്പിൽ. പയ്യന്നൂരിലേത് സ്ഥലം MLA TI മധുസൂദനെതിരായ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണമായിരുന്നെങ്കിൽ തളിപ്പറമ്പിലേത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരായ കുടുംബാധിപത്യ ആരോപണമാണ്. കണ്ണൂരിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചവർ ചില്ലറക്കാരുമല്ല. രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണനായിരുന്നു. ആരോപണത്തിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം ഭാര്യ PK ശ്യാമളയ്ക്ക് ലഭിക്കാൻ പാർട്ടി സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ ആസൂത്രിത നീക്കം നടത്തിയെന്ന ആരോപണമാണ് മുതിർന്ന നേതാവും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ TK ഗോവിന്ദൻ ഉന്നയിച്ചത്. ആ തീരുമാനത്തെ നീതികേടെന്ന് വിശേഷിപ്പിച്ച TK ഗോവിന്ദൻ വേണ്ടി വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടിയോട് പിണങ്ങി നിന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ BJP-യിൽ ചേരുക മാത്രമല്ല അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും ഒരുങ്ങുന്നു. മുൻപ് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനെ അവസാനത്തെ ആളും പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുതെന്ന് പരിഹസിച്ച MM മണിയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു രാജേന്ദ്രൻ എന്നത് മറ്റൊരു കൗതുകം.
മൂന്നാറിലെയും മറ്റും തോട്ടം തൊഴിലാളികൾക്കിടയിലെ രാജേന്ദ്രന്റെ സ്വാധീനം വോട്ടായി മാറുമെന്നാണ് BJP വിലയിരുത്തൽ. കോടിയേരി ബാലകൃഷ്ണനെ പോലെ പാർട്ടിയെ കൂട്ടിപ്പിടിച്ചു നിർത്താൻ MV ഗോവിന്ദന് സാധിക്കുന്നില്ലെന്ന വിമർശനം ഒളിഞ്ഞും തെളിഞ്ഞും ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലെ പരിഹാസച്ചിരി തന്നെ വേദനിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടായി തുടരാൻ ആഗ്രഹമില്ലെന്നും അംഗത്വം പുതുക്കാനില്ലെന്ന് G. സുധാകരൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു. കോടിയേരി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വരില്ലെന്നായിരുന്നു PK ശശി പറഞ്ഞത്. 3 വട്ടം MLA ആവുകയും 4-ാം വട്ടം ഭാര്യ MLA ആക്കാനുമാണ് പാർട്ടി സെക്രട്ടറിയുടെ ശ്രമമെന്നുമാണ് TK ഗോവിന്ദന്റെ ആരോപണം. തളിപ്പറമ്പിനെ കരുതിക്കൂട്ടി വനിതാ സംവരണ മണ്ഡലമാക്കി മാറ്റിയാണ് ശ്യാമളയ്ക്ക് ഇവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നും എൻ സുകന്യെ പോലുള്ളവരുടെ പേര് തമസ്കരിക്കപ്പെട്ടുവെന്നും ഗോവിന്ദന്റെ ആരോപണത്തിലുണ്ട്. മൂന്നാം മൂഴ് ലക്ഷ്യമിട്ട് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പ്രചാരണ വാക്യവുമായി ഇറങ്ങുന്ന CPM-ന് തലവേദനയാകും ഈ വിമുത മുഖങ്ങൾ എന്നതിൽ സംശയമില്ല. പാർലമെന്ററി വ്യാമോഹം, വർഗവഞ്ചന തുടങ്ങിയ വാദങ്ങളും ആരോപണങ്ങളും ഉയർത്തിയാകും വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. CPM-ന്റെ ഏറ്റവും മികച്ച പാർട്ടി സെക്രട്ടറിമാരിൽ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സംഘടനാപരമായ ന്യൂനതകൾ പതിവില്ലാത്തവണ്ണം പുറത്തെത്തുകയാണ്. ഈ പ്രതിസന്ധിയെ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം ഇന്ത്യൻ ഭൂപടത്തിൽ ഇങ്ങ് തെക്കേയറ്റത്ത് അവശേഷിക്കുന്ന കനൽത്തരി കെടാതെ സൂക്ഷിക്കാൻ കരുതലോടെ നീങ്ങുമ്പോഴാണ് പാർട്ടി കോട്ടകളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നത്. ഗോവിന്ദന്റെ നോട്ടപ്പുള്ളി, ജയരാജനെ ഒതുക്കി ശൈലജയെ നാട് കടത്തിയത് എന്ത് നീതി? ആന്തൂരിലെ സാജന്റെ മരണത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് P. ജയരാജൻ അടക്കമുള്ളവരെ പാർട്ടി ഒതുക്കിയതെന്ന ആരോപണവുമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ. ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് P. ജയരാജനെ വടകരയിൽ മത്സരിപ്പിച്ച് തോറ്റതിനു ശേഷം തിരികെ ജില്ലാ സെക്രട്ടറി ആക്കിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആന്തൂരിൽ സാജന്റെ മരണത്തിൽ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തങ്ങളെല്ലാവരും ഗോവിന്ദൻ മാഷിന്റെ നോട്ടപ്പുള്ളികളായി. P. ജയരാജന്റെ അനുഭവം ഞാൻ പറയുന്നില്ല. ജില്ലാ സെക്രട്ടറി ആയിരിക്കെ വടകരയിൽ മത്സരിപ്പിച്ചു, തോറ്റു, പിന്നെ തിരിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എടുത്തില്ല. MV ജയരാജൻ മത്സരിച്ച് തോറ്റു, MV ജയരാജനെ തിരിച്ച് സെക്രട്ടറി ആക്കി. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി മത്സരിച്ച് തോറ്റു, തിരിച്ച് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കി. എന്നാൽ P. ജയരാജനെ മാത്രം സെക്രട്ടറി ആക്കിയില്ല. നിലപാടെടുത്തതിന്റെ പേരിൽ നായാടപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വേട്ടയാടലിന്റെ ഭാഗമാണ് ഞങ്ങൾ പിന്നീട് അനുഭവിച്ചതെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. ആന്തൂരിലെ സാജന്റെ മരണം വിശദമായി പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാകുമെന്ന് P. ജയരാജൻ പ്രസംഗിച്ചു. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങളും ജനങ്ങളോട് പറഞ്ഞു. ആ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ തങ്ങളെല്ലാവരും ഗോവിന്ദന്റെ നോട്ടപ്പുള്ളിയായെന്നും TK ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ശൈലജ ടീച്ചറെ നാട് കടത്തിയത് എന്തിനാണെന്നും TK ഗോവിന്ദൻ ചോദിച്ചു. പേരാവൂരിൽ ടീച്ചറെ മത്സരിപ്പിക്കുന്നത് ഒതുക്കാനാണോ ശരിപ്പെടുത്താനാണോ എന്ന് താൻ പറയുന്നില്ലെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് എന്തിനു കൊണ്ടുപോയി? ഒതുക്കാനാണോ ശരിപ്പെടുത്താനാണോ എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയേണ്ടത് അവരാണ്. മത്സരിക്കുന്നെങ്കിൽ മട്ടന്നൂരിൽ തന്നെ മത്സരിച്ചാൽ പോരെ? മണ്ഡലം പിടിച്ചെടുക്കാനാണെങ്കിൽ 75 വയസ്സായ ശൈലജ ടീച്ചറെ കൊണ്ടുപോയിട്ടാണോ പിടിച്ചെടുക്കുക? ടീച്ചർ ഈ സർക്കാരിൽ നിയമസഭയിൽ വേണം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ ടീച്ചറെ മട്ടന്നൂരിൽ തന്നെയല്ലേ നിർത്തുക? ടീച്ചറെ നാട് കടത്തുകയും തൻ്റെ ഭാര്യ ഇവിടെ നിൽക്കണമെന്ന് പറയുകയും ചെയ്യുന്ന നീതി എന്താണെന്ന് TK ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദനോട് ചോദിച്ചിരിക്കുകയാണ്. ഏതായാലും കണ്ണൂർ CPM-ൽ പൊട്ടിത്തെറി, TK ഗോവിന്ദൻ പുറത്തേക്ക്, PK ശ്യാമളയ്ക്കെതിരെ മത്സരിച്ചേക്കും. അങ്ങനെ CPM-ന് ചോദ്യങ്ങളുടെ പെരുമഴ തന്നെയാണ്. പിണറായി എന്തിന് ആ നീതികേടിന് കൂട്ടുനിന്നു? പാർട്ടിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും എന്ന് വലിച്ചു കീറുകയാണ് ഗോവിന്ദൻ. അതേസമയം TK ഗോവിന്ദൻ വർഗവഞ്ചകനെന്നും ഗോവിന്ദന്റെ നിലപാടിനെ ജനം മുഖവിലേക്ക് എടുക്കില്ലെന്നാണ് MV ജയരാജൻ പറയുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല CPM-നുള്ള ചോദ്യങ്ങൾ. MM മണിയും കടുപ്പിച്ചു തന്നെയാണ്. എന്നെ പഠിപ്പിക്കേണ്ട, പ്രസംഗം നീണ്ടപ്പോൾ കുറിപ്പ്, ശോഭിച്ച MM മണി. നെടുങ്കണ്ടത്ത് MM മണി ആഞ്ഞടിക്കുകയാണ്. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറിയുമായ രമേശ് കൃഷ്ണന് MM മണിയുടെ ശകാരം. ലൈബ്രറി കൗൺസിൽ സെമിനാറിനിടെ മണിയുടെ പ്രസംഗം നീണ്ടുപോയപ്പോൾ രമേശ് കുറിപ്പ് നൽകിയതാണ് മണിയെ ചൊടിപ്പിച്ചത്. രമേശ് ജനിക്കുന്നതിന് മുൻപേ ഈ പണി തുടങ്ങിയതാണെന്നും തന്നെ പഠിപ്പിക്കേണ്ടെന്നും പറഞ്ഞ മണിയുടെ ശകാരം ഏറെ നേരം നീണ്ടു.